നടിയെ ആക്രമിച്ച കേസ് 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു. പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാർ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. ഇന്ന് 7ാം ദിനം. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി തുടരുന്നു. 7ാം ദിനവും സർവീസുകൾ റദ്ദാക്കിയേക്കും. DGCയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ ഇൻഡിഗോ സിഇഒയ്ക്ക് ഇന്ന് വൈകിട്ട് വരെയാണ് സമയം. പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. അതേസമയം റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് ഇതുവരെ 610 കോടി രൂപ റീഫണ്ട് ചെയ്തതായി ഇൻഡിഗോ അറിയിച്ചു. 3000ഓളം ബാഗേജുകളും യാത്രക്കാർക്ക് തിരിച്ചു നൽകി. ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് ചലച്ചിത്ര സംഘടനകൾ. അടിയന്തര യോഗം ചേർന്ന അമ്മ. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ നടൻ ദിലീപിനെ തിരിച്ചെടുക്കാനൊരുങ്ങി ചലച്ചിത്ര സംഘടനകൾ. ദിലീപ് അപേക്ഷ നൽകുകയാണെങ്കിൽ യോഗം ചേർന്ന് ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. നേരത്തെ ദിലീപിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് ദിലീപ് ഒരു സിനിമ നിർമ്മിച്ചു. സിനിമ നിർമ്മിച്ച സമയത്ത് താൽക്കാലിക മെമ്പർഷിപ്പ് നൽകി തിരിച്ചെടുക്കുകയുണ്ടായി. ഇനിയിപ്പോൾ അപേക്ഷ നൽകുകയാണെങ്കിൽ യോഗം ചേർന്ന് ദിലീപിനെ തിരിച്ചെടുക്കുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയത്. ദിലീപിന്റെ ഫെഫ്കയിലെ സസ്പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. സംഘടനയിൽ പ്രവർത്തിക്കുക എന്നത് അയാളുടെ മൗലിക അവകാശമാണെന്നും സംഘടനയുടെ കമ്മിറ്റി ചർച്ച ചെയ്ത് അക്കാര്യം തീരുമാനിക്കട്ടെയെന്നും ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ദിലീപിനെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായാണ് വിവരം. മാവേലിക്കര നഗരസഭ മുൻ കൌൺസിലറെ മകൻ കൊലപ്പെടുത്തി. കനകമ്മ സോമരാജിനെയാണ് മകൻ കൊലപ്പെടുത്തിയത്. മകൻ കൃഷ്ണദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകം കൃഷ്ണദാസിന്റെ ഭാര്യ പിണങ്ങിപ്പോയതിനെ തുടർന്നുള്ള തർക്കത്തെ തുടർന്നെന്നാണ് സംശയം. അമ്മയെ കൊലപ്പെടുത്തിയ വിവരം കൃഷ്ണദാസ് തന്നെ രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി അറിയിക്കുകയായിരുന്നു. തെരുവുനായ നടുറോഡിൽ തല്ലിക്കൊന്നു. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ കേസ്. കൊല്ലം വെസ്റ്റ് കല്ലട UDF സ്ഥാനാർത്ഥി സുരേഷ് ചന്ദ്രനെതിരെയാണ് തെരുവുനായെ തല്ലിക്കൊന്നതിന് കേസെടുത്തത്. പേപ്പട്ടി ഉണ്ടെന്ന് പറഞ്ഞ നാട്ടുകാർ വിളിച്ചതിനെ തുടർന്ന് സുരേഷ് ചന്ദ്രനും കൂടെയുള്ളവരും എത്തി തെരുവുനായെ തല്ലിക്കൊന്നു. ശാസ്താംകോട്ട പോലീസാണ് സുരേഷ് ചന്ദ്രനെതിരെ കേസെടുത്തത്. തെരുവുനായെ തല്ലിക്കൊല്ലുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വീണ്ടും കാട്ടാന ആക്രമണം. ചാലക്കുടിയിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ചാലക്കുടി ചായ്പൻകുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. തൈക്കൂടൻ സുബ്രനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ചായ കുടിക്കാൻ ഹോട്ടലിലേക്ക് വരുമ്പോഴാണ് ആക്രമണം നടത്തിയത്. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ ബലാത്സംഗ കേസ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഉത്തരവ് മറ്റന്നാൾ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 10 തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പറയും. അടച്ചിട്ട കോടതി മുറിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നത്. പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ വാദം കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ ഹർജി നൽകിയിരുന്നു. 23-കാരി KPCC അധ്യക്ഷന് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം നേരത്തെ കോടതി അനുവദിച്ചിരുന്നില്ല. പ്രമുഖ സംവിധായകനെതിരെ പരാതിയുമായി വനിതാ ചലച്ചിത്ര പ്രവർത്തക. IFFK സ്ക്രീനിങ്ങിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചതാണ് പരാതി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയച്ച് ചലച്ചിത്ര പ്രവർത്തക. കത്തിന് പിന്നാലെ ചലച്ചിത്ര പ്രവർത്തകയിൽ നിന്ന് പോലീസ് വിവരം തേടിയിരിക്കുകയാണ്. തലസ്ഥാനത്തെ ഹോട്ടലിൽ IFFK സ്ക്രീനിംഗ് നടക്കുന്നതിനിടെയാണ് സംഭവം. മുറിയിലെത്തിയ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്നാണ് കത്തിലുള്ളത്. പുന്നപ്രയിൽ നിന്ന് 2 ദിവസം മുമ്പ് കാണാതായി. 29-കാരന്റെ മൃതദേഹം കടൽ തീരത്തടിഞ്ഞു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ആലിശ്ശേരി വീട്ടിൽ ഷിബു, ബിജി ദമ്പതികളുടെ മകൻ അനന്തുവിന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച പുലർച്ചെ വളഞ്ഞ വഴി കടൽ തീരത്ത് അടിഞ്ഞത്. മാനസിക അസ്വാസ്ഥ്യമുള്ള അനന്തുവിനെ 2 ദിവസം മുമ്പാണ് കാണാതായത്. ബന്ധുക്കൾ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസ് നൽകിയിരുന്നു. അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് മൃതദേഹം തീരത്തടിഞ്ഞത്. UDF സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികളുടെ മരണം, തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. മലപ്പുറം മുത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡ് പായുംപാടത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. UDF സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത്. UDF-നായി ജനവിധി തേടുന്ന സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയാണ് ഇന്നലെ രാത്രി കുഴഞ്ഞു വീണ് മരിച്ചത്. രാത്രി വരെ നീണ്ട പ്രചാരണത്തിന് ശേഷം വീട്ടിലെത്തിയ ഹസീന കുഴഞ്ഞു വീഴുകയായിരുന്നു. മുസ്ലിം ലീഗ് നേതാവായ ഹസീന പായുംപാടം അംഗനവാടിയിലെ അധ്യാപികയാണ്.